ഒരു പ്രശ്നം ഇസ്ലാമിന്റെ പേരിലല്ല കേട്ടോ. ഇസ്ലാമിന്റെ ബാനറിൽ നടക്കണ പലതിനോട് നമുക്ക് ഉത്തരല്ല. എന്നാൽ ഇസ്ലാം ഇതാണോ? അല്ല. ഞാൻ ഏറ്റവും രസകരമായി പറഞ്ഞല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ബൗദ്ധൈവ വിശ്വാസികളെ ആക്രമിച്ചില്ല, അടിച്ചില്ല, തല്ലിയില്ല, കുത്തിയില്ല. മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവർ അവരെ അടിച്ചില്ല. മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ അടിച്ച്. നിങ്ങളിത് മനസ്സിലാക്കി, ശരിക്കും മനസ്സിലാക്കി. പശുയിറച്ചി തിന്നു എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ അവിടെ ആരും കൊന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ പശുവിന്റെ ഇറച്ചിയും കാളയുടെ ഇറച്ചിയും തിന്നുന്ന ഈ നാട്ടിലെ ഹൈന്ദവരാണ്. ഏറ്റവും കൂടുതൽ ഇറച്ചി കയറ്റി അയക്കുന്നത് ഹൈന്ദവ പണക്കാരാണ്. പക്ഷേ പാഞ്ചജന്യത്തിൽ എഴുതിയ എന്താ? പശുവിനെ തൊട്ടോനെ കൊല്ലണം, കാളനെ തൊട്ടോനെ കൊല്ലണം, ഇറച്ചി തിന്നോനെ കൊല്ലണം. എങ്കിൽ ആരാ കൊല്ലണ്ടത്? ഹിന്ദുക്കളെ കൊല്ലണം. അങ്ങനത്തെ ഒരു അപ്രായോഗികത നമ്മുടെ നാടിന് വേണോ? നമ്മളെല്ലാരും ഒന്നിച്ചാലോചിക്കുക. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. ഈ സംഗതിക്കൊക്കെ ഒറ്റ പരിഹാരമുണ്ട്. അത് പരിഹാരമാണ് മാനവ ചരിത്രത്തിൽ. അതെന്താ പരിഹാരം? ലോകത്തിന്റെ നാഥനെ മാത്രമേ ആരാധിക്കൂ. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ജൈനനെയും ബൗദ്ധനെയും സിഖുകാരനെയും എല്ലാം സൃഷ്ടിച്ച പടച്ചോനെ മാത്രമേ ആരാധിക്കൂ എന്ന് തീരുമാനിച്ചാൽ മതി. പശുവിനെയും പാമ്പിനെയും കാളയെയും തേളിനെയും പുൽച്ചാടിയെയും പുല്ലിനെയും ഒക്കെ സൃഷ്ടിച്ച പടച്ചോനെ ആരാധിക്കുമെന്ന് തീരുമാനിച്ചാൽ മതി. എന്നാ പ്രശ്നമില്ല. യേശു ക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അവർ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും, അങ്ങനെയാണെങ്കിൽ പോലും അവരെയും സൃഷ്ടിച്ച പടച്ചോനെ ആരാധിച്ചാൽ മതി. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ ആരാധിച്ചാൽ മതി. എങ്കിൽ പ്രശ്നം തീരും. ദൈവങ്ങൾ നിങ്ങൾ ആലോചിച്ചോ. ഞാൻ രസകരമായ ആ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ മറന്നുപോകും. അതെന്താ? ബൈബിളിൽ മദ്യപിക്കരുത് എന്ന് കാണാം. അതേ ബൈബിളിൽ യേശുക്രിസ്തു മദ്യം വിളമ്പിയതും കാണാം. ഞാൻ അവരേക്കല്ല പോണത്. മദ്യപിക്കരുത്, കൊല്ലരുത്, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ബൈബിൾ പറയണത് ബിംബം നിർമ്മിക്കരുത്. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. മദ്യപാനി പതിതനാണ് എന്ന് ഹൈന്ദവ വേദഗ്രന്ഥത്തിലുണ്ട്. അതേ ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ അന്യായമായ കൊലയെക്കുറിച്ചും പരാമർശമുണ്ട്, അല്ലെ? വ്യഭിചാരത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതേ ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ ബിംബ നിർമ്മാണം അരുതെന്നുണ്ട്. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ ബിംബ നിർമ്മാണം പാടില്ല എന്നുണ്ട്. ഇനി ഞാൻ മനസാക്ഷി മരവിക്കാത്ത ആളുകളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരുത്തം മദ്യപിച്ചിട്ട് ഓന് സീറോസിസ് വന്നു, ഓന് ആന്തരിക ക്യാൻസർ വന്നു, മദ്യപാനത്തിന്റെ പേരിൽ ഓൻ മരിച്ചുപോയി. കുറ്റം ദൈവത്തിനാണോ, വേദത്തിനാണോ, ആചാര്യന്മാർക്കാണോ? ആർക്കാ? ഒന്ന് പറഞ്ഞു നോക്കിയേ. മനസാക്ഷിയുള്ളവരെന്ന് പറഞ്ഞു നോക്കിയേ. ആർക്കാ കുറ്റം? ഇനി വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു ഒരു ചെറുപ്പക്കാരൻ. ഓനെ എബോള ഉണ്ടായി, സിഫിലിസ് ഉണ്ടായി, ഗൊണോറിയ ഉണ്ടായി, എയ്ഡ്സ് ഉണ്ടായി. ആരാ കാരണക്കാരൻ? വ്യഭിചരിക്കരുത് എന്ന് ഓനോട് പറഞ്ഞിരുന്നു. അതും കേട്ടില്ല. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. ബിംബ നിർമ്മാണം മാനവ ചരിത്രത്തിൽ കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാക്കി. എന്റെ നിരീക്ഷണമാണ്. എന്നെ എതിർക്കാം, ഖണ്ഡിക്കാം. ലോകത്ത് മനുഷ്യർ ഭിന്നിക്കാനുള്ള കാരണം ബിംബ നിർമ്മാണമാണ്. നോഹ പ്രവാചകന്റെ കാലത്ത്, ഇന്ത്യയിലല്ല, നോഹ പ്രവാചകന്റെ കാലത്ത് അഞ്ചു പേർ, ആ 5 പേരെ പ്രതിമ ഉണ്ടാക്കിയ എന്തായി? മനുഷ്യർ 2 മതവിഭാഗമായി. ഒന്ന് ഏകദൈവ വിശ്വാസികളും മറ്റൊന്ന് ബിംബാരാധകരും. ബിംബാരാധകർ ഏകദൈവ വിശ്വാസികളെ ഏറ്റുമുട്ടി, പരിഹസിച്ചു, കൊല്ലാൻ ശ്രമിച്ചു, അപഹസിച്ചു, നാടുകടത്തി, ഭ്രാന്തൻ എന്ന് വിളിച്ചു. തിരിച്ചതൊന്നും ഏകദൈവ വിശ്വാസികളിൽ നിന്നും ഉണ്ടായില്ല. വല്ലാത്തൊരു ചരിത്രമാട്ടോ ഈ പറയുന്നത്. അത് വല്ലാത്തൊരു പോയിന്റുമാണ് കേട്ടോ. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ എപ്പോഴറിയോ? വക്കം അബ്ദുൽ ഖാദർ മൗലവിന്റെ ക്ലാസ്സിൽ ഇരുന്നപ്പോഴാ. അത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. വക്കം അബ്ദുൽ ഖാദർ എന്ന മുജാഹിദ് പണ്ഡിതന്റെ ക്ലാസ് കേട്ടിട്ടാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആശയം ശ്രീനാരായണ ഗുരു രൂപപ്പെടുത്തുന്നത് എന്നുകൂടി അറിഞ്ഞാൽ, രാജാറാം മോഹൻ റോയ് ഏകദൈവാരാധകർക്കൊരു ഉപഹാരം എന്ന പുസ്തകം സമർപ്പിച്ചത് ഇത്തരുണത്തിൽ ഓർമ്മ വരികയാണ്. അതെ, അതുകൊണ്ട് മനുഷ്യരെ ഞങ്ങളോട് ചോദിച്ചോട്ടെ. ഒറീസയില് വർഗീയ കലാപമുണ്ടായി. ചർച്ചിലെ, അതായത് ക്രിസ്ത്യൻ ചർച്ചിലെ പ്രതിമകൾ നശിപ്പിക്കപ്പെട്ടു. അപ്പൊ കലാപമുണ്ടായി. BR അംബേദ്കറിന്റെ പ്രതിമ നശിപ്പിക്കപ്പെട്ടു, 4 ആൾ കൊല്ലപ്പെട്ടു. ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിലെ പ്രതിമ നശിപ്പിക്കപ്പെട്ടാൽ കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാവും. എന്നാൽ മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തതിന്റെ പേരിൽ 1450 വർഷം പിന്നിട്ടിട്ട് ഇന്ന് വരെ ഒരു കമ്മ്യൂണൽ റയോട്ട് ഉണ്ടായോ? ഒന്നുകൂടെ ക്ലിയർ ആക്കാം. മുഹമ്മദ് നബിയുടെ പ്രതിമ ഒരു ഹിന്ദു വിശ്വാസി നശിപ്പിച്ചതിന്റെ പേരിൽ ഹിന്ദു മുസ്ലിം വർഗീയ കലാപമുണ്ടായോ? ക്രിസ്ത്യാനി നശിപ്പിച്ചതിന്റെ പേരിൽ ക്രിസ്ത്യൻ മുസ്ലിം കലാപമുണ്ടായോ? ജൂതൻ നശിപ്പിച്ചതിന്റെ പേരിൽ ജൂതൻ മുസ്ലിം കലാപമുണ്ടായോ?
ഉണ്ടായില്ലെങ്കിൽ ഞാൻ തീർത്തു പറയുന്നു, സകല കലാപത്തിനും ഇസ്ലാം എതിരാണ്. ഇസ്ലാമിന് മാത്രമേ അത് കഴിയൂ. ഇസ്ലാമിന്റെ യുദ്ധം പോലും ആത്യന്തിക സമാധാന. എന്തറിയോ, ഇസ്ലാം 4 വർഷം യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ പീസ് ഉണ്ടായി. ലോക ചരിത്രത്തിൽ തുല്യതല്ലാത്ത സമാധാനം എപ്പോഴാണ് ഉണ്ടായതറിയോ? മുഹമ്മദ് നബി യുദ്ധം ചെയ്തതിന് ശേഷം. അതൊരു അപാരമായ പ്രയോഗമാണ്, വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. മുഹമ്മദ് നബി യുദ്ധം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ലോകത്ത് നീതി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവില്ല, ലോകത്ത് ദയ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവില്ല, ലോകത്ത് യുദ്ധത്തിന്റെ നേരും നിറയും ലോകത്തിനറിയില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ യുദ്ധം മനുഷ്യത്വത്തിന് അനുകൂലമാണ്, മാനവികതയ്ക്ക് അനുകൂലമാണ്, മനുഷ്യകുലത്തിന് മുഴുവൻ അത് അനുകൂലമാണ്. കാരണം ഇസ്ലാമിന്റെ യുദ്ധത്തിന് ശേഷം 20 ഭൗതിക സാമ്രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ ഭരണമുണ്ടായി, നീതിയിലധിഷ്ഠിതമായ ഭരണമുണ്ടായി, സമാധാനത്തിലധിഷ്ഠിതമായ ഭരണമുണ്ടായി. ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടി എന്ന പോയിന്റ് ഗൗരവമായി നിങ്ങൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥനെ ആരാധിക്കുക എന്നുള്ളത്, അവനെ മാത്രം ആരാധിക്കണം. എന്തുകൊണ്ട്? അതാണ് എന്റെ രണ്ടാമത്തെ പോയിന്റ്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ രക്ഷ ലഭിക്കണമെങ്കിൽ സൃഷ്ടിച്ച നാഥനെ മാത്രം ആരാധിക്കണം. സ്വർഗമുണ്ടോ നരകമുണ്ടോ? എല്ലാ മത വിഭാഗങ്ങളും ശക്തമായി ആലോചിക്കേണ്ട കാര്യമാണ്. സ്വർഗവും നരകവും ഉണ്ടോ? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? മനുഷ്യൻ മരിച്ച് മണ്ണിന്റെ ഭാഗമാകുമോ? ഈ മണ്ണോട് ചേരുമോ? പിന്നെ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കാത്ത വിധം മണ്ണിന്റെ ഭാഗമാകുമോ? നിരീശ്വരവാദികളും പരലോക നിഷേധികളുമായിട്ടുള്ള ആളുകൾ പറയുന്നത്, നായയെപ്പോലെ, പന്നിയെപ്പോലെ, പട്ടിയെപ്പോലെ ഈ മണ്ണിന്റെ ഭാഗമായി മനുഷ്യൻ തീരും. സ്വാഭാവികമായും ബുദ്ധിയുള്ള ഏതൊരാളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പിന്നെ എന്തിനാണ് മനുഷ്യന് ഈ മഹാബുദ്ധി നൽകിയത്? LKG-യിലും UKG-യിലും ഡിഗ്രി തലത്തിലും സ്കൂളിലും ഡോക്ടറും എഞ്ചിനീയറും അതുപോലെ ഒരുപാട് ഉന്നത വിദ്യാഭ്യാസങ്ങളും സർട്ടിഫിക്കറ്റുകളും നേടി മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നു. നാക്കാലികൾക്ക് ഇതൊന്നും ആവശ്യമില്ല. പശുവിന് ആവശ്യമില്ല, പന്നിക്ക് ആവശ്യമില്ല, പട്ടിക്ക് ആവശ്യമില്ല, ജന്തുലോകത്തിനൊന്നും ഇത് ആവശ്യമില്ല. എങ്കിൽ ഈ 2 സൃഷ്ടിയും ഒരേപോലെയാകുമോ? ധർമ്മം, നീതി, ന്യായം, സത്യത, ദയ, കാരുണ്യം, അലിവ്, ആർദ്രത, ഇതൊക്കെ മനുഷ്യന്റെ പ്രത്യേകതകളാണ്. ഈ മനുഷ്യൻ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കും എന്നത് എങ്ങനെ ശരിയാകും? മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ മഹാത്മാഗാന്ധിയെക്കാളൊന്ന് പരിശുദ്ധനാണ്. കാലം മാറുമ്പോൾ ഏതൊരു മനുഷ്യനെ, ഏറ്റവും വലിയ ഭീകരനെ ഏറ്റവും നല്ല സമാധാനപ്രിയനായും, ഏറ്റവും വലിയ സമാധാനവാദിയെ ഏറ്റവും വലിയ രാജ്യദ്രോഹിയായും ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. വീരപ്പൻ, ലോകത്ത് ആർക്കും അറിയാം വീരപ്പൻ ആരായിരുന്നു. വീരപ്പനെ മാറ്റുവൽക്കരിച്ചു. വീരപ്പന്റെ മരണ ദിനം ആഘോഷിക്കാൻ സർക്കാർ പ്രത്യേക അംഗീകാരം നൽകി, കോടതി സ്പെഷ്യൽ വിധി നൽകി. വീരപ്പന് വേണ്ടി ക്ഷേത്രം വരെ പണിയാൻ ഈ നാട്ടിലെ ആളുകൾ സന്നദ്ധരായി. നാത്തുറാം വിനായക ഗോഡ്സെക്ക് ക്ഷേത്രം പണിയാൻ ഇവിടെ ആളുകൾ ആലോചിക്കുകയാണ്. അത് ബലിദാന ദിനമായി കൊണ്ടാടാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി സൃഷ്ടിക്കപ്പെടരുത് എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആ മൗലികമായ തത്വത്തെ ഇവിടെ ധ്വംസിക്കപ്പെടുന്നുണ്ട്. 1000 കുറ്റവാളികൾ ഇവിടെ സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കുകയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ലോകത്തിലെ പല രാജ്യങ്ങളും ഭരിക്കുന്ന, ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇസ്രയേൽ ഒരു പ്രധാനമന്ത്രി പേര് പറയുന്നില്ല ഞാൻ, ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടേഷൻ പാർട്ടിയായിരുന്നു അദ്ദേഹം. വലിയ വാടക കൊണ്ടയായിരുന്നു അദ്ദേഹം. വലിയ മനുഷ്യരെ കൊന്നൊടുക്കിയാളായിരുന്നു അദ്ദേഹം. അവസാനം ഇസ്രയേലിന്റെ രാഷ്ട്രത്തലവനായി മാറിയ കഥ നമുക്കറിയാം. ലോകത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തവർ, ലോകത്തിലെ മീഡിയകൾ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തികളായി മാറുന്ന വലിയ കാഴ്ചകൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. നീതി നിഷേധത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മനോഹരമായ ഒരു പോയിന്റ് പറയാം. മഹാഭാരത യുദ്ധ പശ്ചാത്തലത്തിൽ അർജുനൻ മാറി നിൽക്കുകയാണ് യുദ്ധത്തുനിന്ന്. അർജുനൻ യുദ്ധരംഗത്തുനിന്ന് മാറി നിൽക്കുകയാണ്.
സ്വജനങ്ങളെ എന്റെ കരങ്ങളാൽ ഞാൻ കൊല്ലുകയില്ല. ഇതായിരുന്നു അർജുനന്റെ വാദം. സ്വകരങ്ങൾ കൊണ്ട് സ്വജനങ്ങളെ കൊല്ലാൻ എനിക്ക് വയ്യ കൃഷ്ണ. അധികാരം എനിക്ക് വേണ്ട, ആർഭാടം എനിക്ക് വേണ്ട, ഭൗതിക ബ്രഹ്മത്വത എനിക്ക് വേണ്ട, ഈ ഭൂമി എനിക്ക് ആസ്വദിക്കേണ്ട, ഈ സ്വത്ത് എനിക്ക് വേണ്ട. ഇവിടെ ഭീഷ്മാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് സ്വജനങ്ങളെ ഞാൻ കൊല്ലുകയില്ല കൃഷ്ണ, എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ മാറി നിൽക്കുകയാണ്. ഞാനൊരു പോയിന്റ് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രംഗത്ത് അർജുനനെ പ്രാപ്തനാക്കുന്നത്, അർജുനനെ പ്രേരിപ്പിക്കുന്നത്, അടുത്ത ജന്മത്തിൽ നീ ബ്രാഹ്മണനാകും. അർജുനൻ ക്ഷത്രിയനാണ്. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകുമെന്ന് പറഞ്ഞിട്ടില്ല, ശൂദ്രനാകുമെന്ന് പറഞ്ഞിട്ടില്ല, അടുത്ത ജന്മത്തിൽ പന്നിയായി പട്ടിയായി ജനിക്കുന്നു പറഞ്ഞിട്ടല്ല. അർജുന, അർജുന. അവിടെ പ്രയോഗം തന്നെ എന്താ അറിയോ? അവിടെ പറയുന്നത് ഹദോവ പ്രാപ്സസി സ്വർഗം ജിബുവാ മോക്ഷസി മഹീം തസ്മാ ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. ആ വാചകം ശ്രീമദ് ഭഗവത്ഗീത എല്ലാവരും പറയും 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകമാണ്. 18 അധ്യായമുള്ള ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം 37. ഒന്നുകൂടെ ഞാൻ ക്ലിയറായി പറയാം. കാഞ്ഞങ്ങാട് മഹാഭാരത യുദ്ധം നടക്കാന്ന് വിചാരിച്ചോ? അർജുനനാണ് പ്രധാന വീരനായിട്ട് രംഗത്തുള്ളത്. ശ്രീകൃഷ്ണൻ പറയണ അർജുന, ഈ യുദ്ധം ധർമാധർമ്മ യുദ്ധമാണ്, ഈ യുദ്ധത്തിൽ നീ മുന്നിട്ടിറങ്ങണം. അപ്പൊ അർജുനൻ പറയണെന്ത്? സ്വജനങ്ങളാണ്, വേണ്ടപ്പെട്ടവരാണ്. ഭീഷ്മാചാര്യർ, ദ്രോണാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ. ഇല്ല, ഞാൻ അവരോട് യുദ്ധം ചെയ്യില്ല. ഈ സന്ദർഭത്തിൽ അർജുനനെ പ്രേരിപ്പിക്കുന്ന എന്തറിയോ? എടാ സ്വർഗണ്ട് അർജുന, ഈ യുദ്ധം വെറും യുദ്ധമല്ല, ഇത് ന്യായാന്യായ യുദ്ധമാണ്, ധർമാധർമ്മ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗണ്ട്, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗണ്ട്. ഹദോവ പ്രാപ്സസി സ്വർഗം. ഉണ്ടോ? അർജുന, കുന്തിപുത്ര, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗണ്ട്. അപ്പൊ സ്വർഗം കാണിച്ചിട്ട് എന്നെയാണ് യുദ്ധത്തിനിറക്കിയത്, സ്വർഗം പറഞ്ഞ് എന്നെയാണ് യുദ്ധത്തിനിറക്കിയത്. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37. പ്രവാചക തിരുമേനിയുടെ കാലത്ത് കാരക്ക കുറിച്ചുകൊണ്ടിരുന്നൊരു സാബി ചോദിച്ചു, ഈ കാരക്ക കുറിക്കലും നിർത്തിയിട്ട് ഞാൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ എനിക്ക് എന്ത് കിട്ടും? ദഖലൽ ജന്ന ഹദോവ പ്രാപ്സസി. ഈ ദഖല എന്നതിന്റെ സംസ്കൃതമാണ് ഏത്? ഹദോവ പ്രാപ്സസി. പ്രാപ്സസി എന്ന പദം നീ സ്വർഗത്തെ പ്രാപിക്കും. ദഖലൽ ജന്ന. അപ്പൊ സ്വർഗണ്ട് എന്ന് പറയുന്നു. 2, ഇതിന് അവിടെ വേറെ ഒരു വാചകത്തിലൂടെ കേനോപനിഷത്തിന്റെ ഈശാവാശോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതോ അന്തം തമഹ പ്രവിശന്തിയേ സമ്പുത്രമുപാസതേ തദോഭൂയ ഇവതേ യഹ് സംബോധ്യാം രഥഃ. ഈശാവാശോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, സൃഷ്ടി പൂജ നടത്തിയാൽ, അതായത് സൂര്യനെ ആരാധിച്ചാൽ, ചന്ദ്രനെ ആരാധിച്ചാൽ, ദേവീ ദേവന്മാരെ ആരാധിച്ചാൽ, പശു, പാമ്പ്, അതുപോലെ ഏത് സൃഷ്ടിയെ ആരാധിച്ചാലും ഘോരാന്ധകാരമായ നരകത്തു പോകുന്നു. എന്താ പറയണേ? ഘോരാന്ധകാരമായ നരകത്തു പോകുന്ന പറയുന്നത്. അപ്പൊ സ്വർഗമുണ്ടോ? ഉണ്ട്. നരകമുണ്ടോ? ഉണ്ട്. എന്നാൽ ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഇന്നത് പ്രബലമാണോ? സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള ചർച്ച പ്രബലമാണോ? ബാലചന്ദ്രന്റെ അടുത്ത് അതാണോ? സുരേന്ദ്രനെ ചർച്ചയുണ്ടോ? ഇല്ല. പിന്നെ അവിടെ ചർച്ചയുള്ള എന്താണ്? രാഹുൽ സാങ്കൃത്യായൻ വിശ്വദർശനങ്ങൾ പുറം 552 പേജ്. അതിൽ രാഹുൽ സാങ്കൃത്യായൻ പറയാണ്, ചതുർവേദങ്ങളിൽ ഒരിടത്തും പുനർജന്മത്തെക്കുറിച്ച് ചർച്ചയില്ല. അടുത്ത ജന്മത്തില് പന്നിയായി, നായയായി, ചണ്ടാലനായി. തദിഹ രമണീയാം ചരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അബദ്യോരൻ ബ്രാഹ്മണ യോനി വസുകര യോനി ചണ്ടാല യോനി എന്ന ചന്തോകമനിഷത്തിലെ വാചകം പിൽക്കാലത്ത് കടത്തിക്കുട്ടിയതാണ് എന്ന് രാഹുൽ സാങ്കൃത്യായൻ. മാത്രമല്ല ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്നത്, വളരെ ഗൗരവമായി പറയുന്നത്, പുനർജന്മ സിദ്ധാന്തം വേദത്തിലൊരിടത്തുമില്ല. ശാശ്വതമായ സ്വർഗത്തെക്കുറിച്ചാണ് വേദഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്തിരുന്നത്.